ഹായ്! അങ്ങനെ ദാ നമ്മള് ബാംഗ്ലൂര് വന്നിട്ട് അന്ന് തന്നെ വൈകിട്ട് നമ്മളൊന്ന് കറങ്ങാൻ പോകാൻ ഇറങ്ങുകയാണ് ട്ടോ. നമ്മള് 1 മാസത്തിന് മോളിൽ നമ്മൾക്ക് പ്ലാനിങ് ആയിരുന്നു കേട്ടോ. എവിടെയൊക്കെ പോകണം, എത്ര മണിക്ക് പോകണം, അന്നെന്നുള്ള ദിവസത്തിൻ്റെ എല്ലാം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന പോലായിരുന്നു ഞങ്ങൾ ഓരോന്നും പ്ലാൻ ചെയ്ത് പക്ഷെ വെച്ചിരുന്നത്. എല്ലായിടത്തും പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും വഴിയേ കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ 4 ആളും 4 ആളല്ലല്ലോ, ഞങ്ങൾ 5 ആളും കൂടെ ഒരുങ്ങി ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആളിങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എവിടേക്കോ കറങ്ങിയൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കൊള്ളാവോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്ലീവ്ലെസ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ സ്ലീവ്ലെസ് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഞാൻ ഒരെണ്ണം ഇതിന് മുന്നേ വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ നൂഡിൽ സ്ട്രാപ്പിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചായിരുന്നു. ഇത് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ടോ, ചേരുന്നുണ്ട്, കൊള്ളാമെന്നൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പോകെ പോകെ അങ്ങ് ശരിയാകും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആൾക്കാർ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ. പക്ഷെ ഇപ്പോൾ എല്ലാവരും നോർമലായിട്ട് ഇടുന്ന ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാനങ്ങ് ഇട്ടത്. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഊബർ വിളിച്ച് വന്നത് അക്വേറിയം പാരഡൈസിലോട്ടാട്ടോ വന്നത്. ഇവിടെ കാണാനൊക്കെ ഒരുപാട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ റീൽസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങളിതാ ഈ ഒരു ഭാഗത്തോട്ട് വന്നത്. ഇവിടെ വന്ന് കയറിയപ്പം തൊട്ടേ ഞാനിങ്ങനെ ഞെട്ടിയായിരുന്നു. ഓരോ മീനുകളൊക്കെ കിടക്കുന്ന കിടപ്പ് കാണണം കേട്ടോ. നമ്മളെക്കാട്ടും വലിപ്പമുള്ള സാധനങ്ങളൊക്കെയാണ്. ഋതുവിന് ഓരോന്നും കാണിച്ചു കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് ആ ഒരു ഭാവ വ്യത്യാസമൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ആൾ ചിലതൊക്കെ കാണുമ്പോൾ പേടിയും, ചിലത് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെയൊക്കെ നോക്കി ഒരു എന്താ അവൾക്ക് ഭയങ്കരമായിട്ട് അവൾ എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല പേടിച്ചിട്ടൊക്കെ ആയിട്ട് നോക്കുന്നത്. അതേപോലെ ഞാനും ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഓരോ മീനുകൾക്കും ഓരോ പേരുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളാൻ മേലാത്ത ആയതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെയും മീനിൻ്റെ പേരുകൾ എടുത്തെടുത്ത് പറയുന്നില്ല. ഞാനായിട്ട് ചെന്നിട്ട് ഓരോരോ മീനുകൾക്കും ഓരോ പേരുകളൊക്കെ ഞാനങ്ങ് ഇട്ട് കൊടുത്തില്ല. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ കഴിയുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ കൊണ്ട് കയറാം. പക്ഷേ ബാഗ് ഒന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. അവിടുന്ന് ഒരു കവർ തരും. ആ കവറാണ് എൻ്റെ കയ്യിലിരുന്നത്. ഒരു മറ്റേ 50 പൈസ കിറ്റ് പോലത്തെ ഒരു കവർ തരും. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം. അതായത് വേറെ സാധനങ്ങളോ ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് കയറാൻ പാടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർക്കുടെ ഫീഡിങ് ബോട്ടിലോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കയറാം കേട്ടോ. അപ്പോൾ ഋതു ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫീഡിങ് ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവൾക്ക് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ബോട്ടിലിനകത്ത്. പിന്നെ എൻ്റെ ഒരു ഷോൾ ഉണ്ടായിരുന്നു, അവൾക്ക് അകത്തണം വെച്ച് ഫീഡ് ചെയ്യണമെങ്കിലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതും മാത്രമാണ് ഞങ്ങൾ എടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ അതും കൊണ്ട് ഉള്ളിലോട്ട് കയറി. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ വെട്ടത്തിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഫോട്ടോയൊന്നും അങ്ങനെ അധികം നല്ലപോലെ എടുക്കാൻ പറ്റത്തില്ല. ഫ്ലാഷ് ഇടാൻ പറ്റത്തില്ല, മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിനകത്ത് ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇരിക്കും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പിന്നെ ഗ്ലാസ്സിലൊന്നും തൊടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഇതേപോലെ ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയൊക്കെ അടിപൊളിയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അതെനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഓരോ വെറൈറ്റികൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഋതുവാണെങ്കിൽ എവിടെ നോക്കണമെന്നറിയാൻ മേലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെല്ലാം മീനുകളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ഋതുവിനെയും കാട്ടിയുണ്ട്. ഋതുവിനെ അല്ല, എന്നെക്കാളും ഉള്ള മീനുകളൊക്കെ ആയിട്ടോ കിടക്കുന്നത്. ഋതു ആണെങ്കിൽ ആ വലുതിനെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. അമ്മ എന്തുവാന്നുള്ള രീതിയിലേക്ക് ആയിട്ട് ഊന്ന് മാത്രമേ ആക്കുന്നുള്ളൂ. അതിനകത്തൊക്കെ ഇങ്ങനെ തൊടുവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് അടുത്തോട്ട് വരെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഋതു ആണെങ്കിൽ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുകയാണ്. അവളിതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ ഓരോന്നും അതേപോലെ വെറൈറ്റി മീനുകളായിരുന്നു. പിന്നെ ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ
അടിപൊളിയാണ് കേട്ടോ. വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഇതാ ഈ ഒരു ഭാഗത്ത് മേളിൽ നിന്ന് നോക്കുന്ന വ്യൂ അല്ല കേട്ടോ, താഴെ നിന്ന് നോക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയാണ്. അതും രണ്ടും നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. മേളിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് വേറൊരു രീതി, പക്ഷെ താഴെ ചെല്ലുമ്പോൾ അതും വേറൊരു രീതി, അങ്ങനെയായിട്ടോ. ഇവിടുന്ന് കറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും തൊട്ട് താഴാണ് ഇതെന്ന്, പക്ഷെ അല്ല കേട്ടോ. ഒരുപാട് കറങ്ങി ചെല്ലുമ്പോഴേ ഇതിൻ്റെ താഴത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇതിൻ്റെ താഴോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കരുതിയത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ആ വെള്ളവും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് തീരും എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ ആ ഒരു വിചാരം തെറ്റായി പോയിന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവിടെ ചെന്നപ്പോൾ വീണ്ടും കിടക്കുകയല്ലേ അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓരോരോ വെറൈറ്റി രീതിയിലാട്ടോ അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ പാരക്കുഞ്ഞിനെ പോലെ ആട്ടോ തോന്നിയത്. അതേപോലെ ഇനി ഒരു കത്തി മീനുണ്ട്, ഇതിനെ കണ്ടപ്പോൾ എനിക്ക് നെത്തോലിയായിട്ടോ ഫീൽ ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ കത്തി മീൻ കേട്ടോ. എനിക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടല്ലേ, ഇതിന് മുന്നേ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനെയുള്ള മീനുകളൊക്കെ. അതേപോലെ തന്നെ മറ്റേ നെത്തോലി, പിന്നെ ചെങ്കലവ, അങ്ങനെയുള്ള മീനുകളൊക്കെ ഞാനിങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ ഇട്ടിട്ട് വരുമായിരുന്നു കേട്ടോ. പിന്നെ ഋതുവിനാണെങ്കിൽ നല്ല വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് പിന്നെ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെയൊക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളും എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ താഴത്തോട്ട് വന്നപ്പോൾ പിന്നെ വേറെ വെറൈറ്റി മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് കടലിൽ മറ്റേ സ്റ്റാർ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേറെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും കേട്ടോ. ഓരോന്നും ഞാൻ ഋതുവിന് ഇങ്ങനെ ഇന്ന മീനാണ് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് കാണിച്ചൊക്കെ കൊടുക്കും. പിന്നെ നിങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പോയിട്ടുള്ള ആൾക്കാരും പിന്നെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളെപ്പോലെ ഇത്രയും നാളും പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഷോർട്സ് ആക്കി അങ്ങ് എടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ നല്ല ഭംഗിയായിട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ഇരുണ്ട സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും കൊള്ളത്തില്ല. ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഇട്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്താലും അത്ര അങ്ങോട്ട് നല്ലതായിട്ട് കിട്ടത്തുമില്ല. അങ്ങനെയൊക്കെ അവിടുന്ന് ഞങ്ങൾ കറങ്ങി പിന്നെ ഇതാ വേറെ എടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി അങ്ങോട്ടുള്ളത് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് ഓരോ കാര്യങ്ങളും കാണുന്നത്. ഋതുവിനെ കൊണ്ട് ഞാൻ ഓരോന്നിലും തൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ കുഞ്ഞു ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു മീനുകൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നതാണ്, നല്ല രസമാണ്. പിന്നെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ മൂന്നും കൂടെ അവിടെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഫോട്ടോയ്ക്ക് അത് കൊള്ളില്ലായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നെങ്കിലും ഫ്ലാഷ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒരു രസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിതാ പിന്നെ വേറെ സ്ഥലത്തെത്തി. പുറ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വട്ടമുള്ള സ്ഥലം കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3-4 ഫോട്ടോസ് തകർത്ത് പിടിച്ചങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ പൊന്നു ഇതൊരു അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നല്ല ഗ്ലാസ്സാണ്, ഫുള്ള് ഗ്ലാസ്സാണ്. അതിനകത്ത് ഇങ്ങനെ പല വട്ടങ്ങളും. അയ്യോ, അത് നമുക്കിങ്ങനെ പിടിക്കാൻ തോന്നും കേട്ടോ അതിനെയൊക്കെ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഋതുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞുമക്കൾക്ക് എന്തായാലും ഇവിടെ പോയാൽ ഇഷ്ടപ്പെടും. ഈ കുഞ്ഞുമക്കളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെങ്കിലും കാണിക്കട്ടെ, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവരിതൊക്കെ ഇങ്ങനെ പലത് ഇങ്ങനെ കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയൊക്കെ ചെയ്യും കേട്ടോ. അവർക്ക് ഇഷ്ടത്തോടെ നോക്കിയൊക്കെ നിൽക്കും. അങ്ങനെ പിന്നെ നമ്മൾ താഴെ വന്നു. മുകളിൽ നിന്ന് നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ താഴെയാണ് കേട്ടോ ഇത്. അവിടെ വന്നപ്പോഴത്തേക്ക് നല്ല രസമായിട്ടോ. അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ അടിപൊളിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇവിടെ വെച്ച് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഫ്ലാഷ് അറിയാതെ ഒന്ന് ഓണായിപ്പോയി. അവിടെ നിന്ന് ഉടനെ ഒരു ചേച്ചി വിളിച്ചിട്ടേ പറഞ്ഞു, ഫ്ലാഷ് ഓൺ ആക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അപ്പോഴേ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ നമ്മുടെ കടലിൽ ഉള്ള സ്റ്റാർ ഫിഷും അങ്ങനെയുള്ള മീനുകളൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിറയെ മീനുകളെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തോട്ട് ചെന്ന് അവർക്ക് അതിന് ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തടുത്തോട്ട് വന്നു. ഇത്
ടണലാണേ. ഇത്രയും ഉണ്ടായിട്ട് ടണലില്ലേന്ന് ഞങ്ങളിങ്ങനെ ചോദിച്ച് വരുമായിരുന്നു. അപ്പോഴാണ് അത് കണ്ടത്. അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ മീനുകൾ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ വെറൈറ്റി രീതിയിലായിട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കണ്ട് പോകാനുണ്ട്. അങ്ങനെ മടുക്കില്ല കേട്ടോ. ഓരോ മീനുകളായാലും ഓരോ അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയാലും തന്നെ നമുക്കത് കാണാൻ നല്ല രസമാണ്. ഞാൻ കാണിക്കുമ്പോൾ വീഡിയോയ്ക്കകത്തൂടെ കാണുമ്പോഴത്തേക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ ടണലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും വേറെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് ഫുഡ് കോർട്ടാണേ. നിറയെ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ വന്നത് മാൾ ഓഫ് ഏഷ്യയിലോട്ടാട്ടോ. അങ്ങനെ അവിടെ വന്നു. ഇത് ഞാൻ കുറേ റീൽസിനകത്ത് കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്. സംഭവം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമാണ്. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നമുക്ക് ഇവിടെയുള്ള മോളിലോട്ട് പോകുന്നത് പോലെയൊന്നും അല്ല. ആ ഒരു മോളിൽ ചെല്ലുമ്പോൾ കുറേ ലൈറ്റുകളായാലും അങ്ങനെ അവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഋതുവിൻ്റെ ലോഷൻ തീർന്നിരിക്കുകയാണ്. ഞാൻ എടുത്തിട്ട് വന്നത് തീരാറായ ബോട്ടിലായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവൾക്കത് വേണം. അങ്ങനെ അവിടെ നിന്ന് അതൊരെണ്ണം വാങ്ങിച്ചു. അവിടുത്തെ ഫുഡ് കോർട്ടിൽ കയറി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നല്ല റേറ്റുമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോയ രീതിയിൽ തന്നെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്തു. അത് ആ സാധനം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ആ ചേട്ടനാണ് ഞങ്ങളെ കുറേ കറക്കി. അവിടെ ഇരുന്ന് ഞങ്ങൾ അവസാനം മടുത്തു കേട്ടോ. കാരണം ഒരെണ്ണം ബുക്ക് ചെയ്തു, അവരത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ രണ്ടാമത് നമ്മൾ ബുക്ക് ചെയ്തു. അങ്ങനെ അവസാനം അത് വന്നപ്പോഴത്തേക്ക് ഒരു സമയം അവിടെ ഊബറിൽ കയറി നമ്മൾ നേരെ ഇനി റൂമിലോട്ടാണ് ചെന്നൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. കാരണം അത്രയ്ക്കങ്ങ് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.